അതപ്പ അതൊക്കെ നിങ്ങൾ കഴിഞ്ഞിട്ട് എന്ത് എന്നെ ടി വി കാണുമ്പോൾ അവൻ ഓർക്കും ഞാൻ ഉണ്ടോ ഇല്ലെന്നൊന്നും അവൻ അറിയില്ല. എന്റെ റിതപ്പനെ കാണണം, എന്റെ കിച്ചുവിനെ കാണണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഭയങ്കര കരച്ചിലായിരുന്നു, സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലൊക്കെ വിളിച്ച് സംസാരിച്ചു, ആശ്വസിപ്പിച്ചു. നിങ്ങൾ നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്, പുറത്തൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വന്ന ആളാണ് നിങ്ങൾ, അതുകൊണ്ട് ഇങ്ങനെയൊന്നും ഇരുന്നാൽ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ആരാധകർക്ക് വേണ്ടി നിങ്ങൾ നന്നായി ഗെയിം കളിക്കണം എന്നൊക്കെയാണ് ബിഗ് ബോസ് പറയണത്. അപ്പൊ ബിഗ് ബോസിനോട് പറഞ്ഞു, ശരിയാണ്, ഞാൻ എൻ്റെ ആരാധകരെ നിരാശപ്പെടുത്തത്തില്ല, ഞാൻ നന്നായി ഗെയിം കളിക്കുന്നു തന്നെയാണ് രേണു പറയുന്നത്. ആ കൂട്ടത്തിൽ രേണു പറയാണ്, സുധിച്ചേട്ടൻ മരിച്ചത് ടി വിയിൽ റിതപ്പം കണ്ടായിരുന്നല്ലോ, അപ്പൊ അതുപോലെ ടി വിയിൽ എന്നെ കുഞ്ഞ് അവിടെ നിന്ന് കാണുമ്പോൾ ഞാനും മരിച്ചുപോയി എന്ന് വിചാരിക്കുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്നൊക്കെയാണ് രേണു പറയുന്നത്. എന്റെ മനസ്സ് മുഴുവനേ ഈ ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ട് ചേട്ടൻ ഇങ്ങനെ ടി വിയിൽ കാണിക്കുമ്പോഴത്തേന് കുഞ്ഞു ഓർക്കുന്നപ്പം ചേട്ടൻ മരിച്ചു, അച്ഛൻ മരിച്ചു, പക്ഷെ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നത്, കുഞ്ഞെന്നെ ടി വി കാണുമ്പോൾ അവൻ ഓർക്കും ഞാൻ ഉണ്ടോ ഇല്ലെന്നൊന്നും അവൻ അറിയില്ല. അപ്പൊ വീട്ടിലൊന്ന് പറയാമോ, അവനോട് പറയണം ഞാനുണ്ട് എന്നൊന്ന് പറയണമെന്നൊന്ന് പറയൂ. ഇപ്പൊ ഒരു തരത്തിലും ബോധവും ബുദ്ധിയില്ലാത്ത ഒരു കുട്ടിയാണോ അത് എത്ര ബുദ്ധി അറിവുള്ള ആ കുട്ടിയുടെ വീഡിയോ ഒക്കെ നമ്മൾ കാണാറുണ്ട്, ഋതപ്പന്റെ വീഡിയോ ഒക്കെ കിച്ചുവിന്റെ യൂട്യൂബ് ചാനലിലൂടെ കണ്ടിട്ടുണ്ട്, അല്ലാതെയൊക്കെ കണ്ടിട്ടുണ്ട്. അത്ര നല്ല അറിവും വേഗമുള്ള ഒരു കുട്ടിയെ കുറിച്ചാണ് പറയണത്. എന്നാൽ ഈ കൊച്ചി ടി വിയിൽ കാണുമ്പോൾ ഈ പുള്ളിക്കാരി എഴുന്നേറ്റ് നടക്കുന്നതും എത്തിയല് കാണുക, അല്ലാതെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കിടക്കുന്നോ അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്നത് പോലെ ആയിട്ടാണോ കാണുക? അപ്പൊ രേണു പറഞ്ഞത് വെച്ച് നോക്കണേ, ശരിയാണ്, എപ്പോഴെങ്കിലും കട്ടിലെ കിടപ്പല്ലേ, അത് വെച്ചായിരിക്കും രേണു പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കൊച്ചി ചിലപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. പറയുന്നതിന് കുറച്ചൊക്കെ ഒരു ലോജിക്ക് വേണ്ട. ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് ഇത് മനസ്സിലാകത്തില്ലേ, നിങ്ങൾ ഒരു മാതിരി കളി കളിക്കുക എന്നുള്ളത്. നിങ്ങൾ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ക്യാമറയുടെ മുമ്പിൽ എന്നെ കൊണ്ട് നിർത്തണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും അഭിനയം അറിയാതിരിക്കുമെന്ന്. സത്യത്തിൽ നിങ്ങളുടെ അഭിനയമാണ് ഇതൊക്കെ, നിങ്ങളുടെ നാടകം കളിക്കുക. നിങ്ങൾ ഈ കൺഫെഷൻ റൂമിൽ വന്ന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പൊ നാട്ടുകാർ കണ്ടു. മറ്റൊരു കാര്യം, ഈ കിച്ചുവിന്റെ വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നു, രേണുവിന്റെ ട്രോഫികളെല്ലാം അങ്ങ് മേശപ്പുറത്തും സുധിയുടേത് കട്ടിലിന്റെ അടിയിൽ ചാക്കി കെട്ടി വെച്ചേക്കുവാണ്. കിച്ചുവിനെയാണ് ഈ കുട്ടി കാണിച്ചു കൊടുക്കുന്നത് അച്ഛൻ്റെ ഒക്കെ ഈ കട്ടിലിന്റെ അടിയിലായിരിക്കുന്നതെന്ന്. അത് മേശപ്പുറത്തിരിക്കുന്നത് അമ്മയുടെ ആണെന്നും കട്ടിലിന്റെ അടിയിലിരിക്കുന്നത് അച്ഛൻ്റെ ആണെന്നും വരെ തിരിച്ചറിവ് ആ കുട്ടിക്കുണ്ട്. അത്രയ്ക്ക് സുബോധമുള്ള ഒരു കുട്ടിയാണ്, യാതൊരു കോൺഷ്യസും ഇല്ല, ഒന്നുമില്ലാതെയാണ് വളർത്തുന്നത്. പിന്നെ ഈ കൊച്ചു ഒറ്റയ്ക്കല്ലല്ലോ ആ വീട്ടിൽ, ആ കൊച്ചിന്റെ വെല്ലുപ്പിന് വെല്ലുമയുണ്ട്, അതായത് ഈ രേണു സുധിയുടെ അപ്പനും അമ്മയുണ്ട്. അപ്പൊ ഈ കൊച്ച് ഈ രേണുവിനെ ഇവിടെ കാണുമ്പോഴൊക്കെ അമ്മ അപ്പനും പറഞ്ഞൊക്കെ കൊടുക്കത്തില്ലേ, മക്കളെ മക്കളുടെ അമ്മയാ അങ്ങനെയാന്നൊക്കെ പറഞ്ഞു കൊടുക്കത്തില്ലേ. പിന്നെ യാതൊരു ലോജിക്കില്ലാതെ ഇങ്ങനെ സംസാരിച്ച് മനുഷ്യരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ തരം ഗെയിമൊക്കെ രേണു കളിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് രീതിയിൽ. ഇങ്ങനെ കൺവെൻഷൻ റൂമിൽ വന്ന് സംസാരിച്ചു. അപ്പൊ സത്യത്തിൽ ബിഗ് ബോസ് ഇത് ഈ പുള്ളിക്കാരിയുടെ യഥാർത്ഥ സ്വഭാവത്തെ പൊതുജനത്തിന് മുമ്പ് തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്താ പറയണേന്നോ എന്താ ചെയ്യണേന്നോ യാതൊരു അറിവും വിവേകവും ഇല്ലാത്ത രീതിയിൽ ചെയ്തു കൂട്ടുകയാണ്. എല്ലാ ആഴ്ചയിലും ഉണ്ടല്ലോ ഈ ഒരു നാടകം. എല്ലാ ആഴ്ചയിലും ഋതപ്പൻ, കിച്ചു, സുധിച്ചേട്ടൻ, ഇത് വിട്ടൊരു ഗെയിമില്ല. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വിളിച്ചു, എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കൺഫെഷൻ റൂമിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പോരേ മോളെ എന്ന് പറഞ്ഞ് കൺഫെഷൻ റൂമിൽ ഇരുത്തി. സുധിച്ചേട്ടൻ മരിച്ചത് കൊച്ചു ടി വി കണ്ട്, അതുപോലെ എന്നെ ടി വി കാണുമ്പോൾ ഞാൻ മരിച്ചു എന്ന് വിചാരിക്കും. സുധിച്ചേട്ടൻ ഇപ്പൊ എന്റെ കുട്ടികളുടെ കൂടെ ഉണ്ട്. കിച്ചു കൊല്ലത്താണ്, കൊല്ലത്തേക്ക് പോകും. സുധി പാഞ്ഞു പിടിച്ച് ഋതപ്പന്റെ അടുത്തേക്ക് വരും. അവിടുന്ന് ബിഗ് ബോസിൽ ചെന്നൈയിലോട്ട് ബിഗ് ബോസിലോട്ട് ചെല്ലണം, കാരണം രേണുസുധി അവിടെ ഇരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണോ ഒരു ഗെയിം കളിക്കുന്നത്? ഇതെന്തൊരു ഫയർ ആണത്? ഞാൻ ഫ്ലവർ അല്ല ഫയർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാതിരി ഗെയിമാണ് കളിക്കുന്നത്. എന്തായാലും രേണുസുധി വിചാരിക്കുന്ന പോലെ അത്ര മന്ദബുദ്ധിയല്ല രേണുസുധിയുടെ കുട്ടി ഋതപ്പൻ. ആ കൊച്ചു നല്ല ബുദ്ധിയും അറിവും വേഗമുള്ള കുട്ടിയാണ്. നമുക്ക് നേരത്തെ തന്നെ മനസ്സിലായതാണ്. കിച്ചുവിന്റെ വീഡിയോ കണ്ടപ്പോഴും കൊച്ചിന്റെ വർത്താനവും രീതികളൊക്കെ കണ്ടപ്പം ഞങ്ങൾക്ക് മനസ്സിലായതാ. ഇനി രേണു പ്രത്യേകിച്ച് ഇനി എൻ്റെ കുഞ്ഞ് അങ്ങനെ ആയി പോകുന്നൊന്നും കരുതി വലിയ ഡ്രാമയൊന്നും ഇറക്കണ്ട, മറ്റൊന്ന് ഗെയിം കളിക്കാൻ നോക്ക്. നല്ല ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ഇന്റലിജന്റ് ആയിട്ട് മൈൻഡ് ഗെയിമുകളൊക്കെ കളിക്കാൻ അങ്ങോട്ട്. ഞങ്ങളൊന്ന് കാണട്ടെ രേണുവിന്റെ ഗെയിമൊക്കെ എങ്ങനെയാന്ന്. അക്ബർ പേൻ പേൻ എന്ന് പറഞ്ഞ പാട്ട് പാടിയതോടുകൂടി ഒന്നുകൂടെ കലിയായി അക്ബറിനോട്. ആ വിഷയമൊക്കെ രേണുവിനെ വീണ്ടും വീണ്ടും ചൊടിപ്പിക്കുകയാണ്. ഈ വിഷയങ്ങളൊന്നും രേണുവിന് വാശിയുടെ ഗെയിം കളിക്കണമെന്നൊന്നുമില്ല. എങ്ങനെയാലും വീട്ടിൽ പോകണം, നാണക്കേടാണ്. ഇപ്പൊ ഈ പാട്ടൊക്കെ ആൾക്കാരെടുത്ത് ഉപയോഗിക്കുമല്ലോ, ട്രോളന്മാരൊക്കെ എടുത്ത് ട്രോളോ എന്നുള്ള പേടിയും കൊണ്ട് എഴുതി പറയുവാണ് എനിക്ക് വീട്ടിൽ പോകണമെന്ന്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപേണ അറിയിക്കൂ. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.